നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത്? അതുപോലെ തന്നെ ഈ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളോടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നും നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ഒരു വെൽ വിഷർ ആണ്. ഈവൻ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എങ്കിൽ പോലും അവര് നിങ്ങളുടെ നന്മയെക്കുറിച്ച് മാത്രം, നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവര് വളരെ സന്തോഷകരമായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട് നിങ്ങളില്. അവർക്ക് നിങ്ങളോട് ഒരുമിച്ചുള്ള ഒരു ജീവിതം അവർ ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ. അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങള്. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായ സമയം മുതൽ അവരുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. മേ ബി നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഫലം അവരിൽ നിന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ. തീർച്ചയായിട്ടും കൂടുതൽ പേർക്കും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണെന്ന് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ഈ വ്യക്തിക്ക് ഒരുപാട് സ്റ്റെബിലിറ്റി കുറവാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അത്തരം സ്ട്രോങ് ആയിട്ടുള്ള ഒരു തടസ്സങ്ങൾ അവരുടെ ലൈഫിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കായിട്ട് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറ്റി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും അവർക്ക് വന്ന് ചേരുന്നില്ല എന്നുള്ളതിൽ അവർ ഒരുപാട് ഡിപ്രസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം അവരിൽ നിന്ന് മാറി ആ ഒരു നിമിഷം മുതൽ അവര് നിങ്ങളിലേക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നവര് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുകയാണ്. ഈ ഒരു അടിത്തറ, ഒരു ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഒരുപാട് ഇമോഷണൽ ഇംബാലൻസ് നിലനിൽക്കുകയാണ്. രണ്ട് കാര്യങ്ങളും അവർക്ക് ഒരുമിച്ച് കൊണ്ടുപോകണം. ഈ റിലേഷൻഷിപ്പും അവരുടെ ലൈഫിലെ ആ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ, ഫിനാൻഷ്യൽ ഇംബാലൻസും അവർക്ക് സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്തയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ഓക്കെ. മേ ബി ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുകയാണ്. ഒരുപാട് മുറിവുകൾ ഉണ്ട് നിങ്ങൾക്ക്. അതായത് പരസ്പരം ചിലപ്പോ ഈ ഒരു സിറ്റുവേഷൻ അവര് നിങ്ങളോട് ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളോട് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ മറച്ചു വെച്ചിട്ടുണ്ടാവാം. പക്ഷെ ഈ ഒരു സെപ്പറേഷൻ സമയത്ത് നിങ്ങൾ അവരെ ഒരുപാട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവര് നിങ്ങളെ ഒരുപാട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോ എന്ത് ചെയ്യണം എന്നറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എങ്കിലും നിങ്ങൾക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അവര് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ലൈഫിലുള്ള എല്ലാ പ്രോബ്ലംസും മാറിയതിന് ശേഷം നിങ്ങളുമായിട്ട് നല്ല ഒരു രീതിയിൽ ഒരുമിച്ച് ചേർന്ന് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ടു ഓഫ് കപ്സ് വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു കാർഡാണ്. നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ലൈഫിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന അത്രയധികം നല്ല ചിന്തകളുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് കൂടുതൽ പേർക്കും ട്രസ്റ്റ് ചെയ്യാവുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ആ ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ്. അതായത് ഒരു സോൾ ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ വളരെ ആഴമേറിയതാണ്. അവർക്ക് ഈ ഒരു സമയത്ത് ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് ഈ റിലേഷൻഷിപ്പില് അവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഓക്കെ. നിങ്ങൾ ഈ ഓരോ നിമിഷവും അവരുടെ ലൈഫിൽ ഇല്ലാത്ത ഓരോ നിമിഷവും
അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അത്രമാത്രം ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം തീർച്ചയായിട്ടും അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഓക്കെ, പേഷ്യൻസ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. അവര് നിങ്ങളോടുള്ള സ്നേഹം ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിരിക്കണം അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവര് ആഗ്രഹിക്കുന്നതും വളരെ ക്ഷമയോടുകൂടി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ പോസിബിലിറ്റി കാണുന്നുണ്ട്. അവര് നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോൾ ചെയ്യുകയോ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു കോൺട്രാക്ട്, അതായത് ഒരു മാരേജ് റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് അവരുടെ ലൈഫ് സെറ്റിൽഡ് ആക്കിയതിന് ശേഷം നിങ്ങളുമായിട്ട് ഒരു റിയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ്, മാരീഡ് ലൈഫാണ് അവര് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇത് സൺ കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നൊരു റിലേഷൻഷിപ്പാണ്, ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന റിലേഷൻഷിപ്പാണ്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഐ ലോസ്റ്റ് മൈ ട്രൂ ലവ്. ഓക്കെ, അവര് ഇപ്പൊ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവുകയാണ്. അവർക്ക് അവരുടെ യഥാർത്ഥ സ്നേഹമാണ് നഷ്ടമായി പോയത് എന്നവര് പറയുന്നു. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ. ഓക്കെ, ഈ ഒരു സെപ്പറേഷനിൽ അവരോട് നിങ്ങൾ ഫർഗീവ് ചെയ്യണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, അവരെ ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് അവര് കാണുന്നത്. ആൻഡ് ഐ പ്രോമിസ് ഐ വിൽ കം ബാക്ക് ടു യു. ഓക്കെ, ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അവര് നിങ്ങൾക്ക് പ്രോമിസ് തരാണ്. അവര് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും എന്നുള്ളൊരു പ്രോമിസ് ഈ ഒരു സമയത്ത് അവർ തരാൻ ആഗ്രഹിക്കുന്നു. സ്പിരിച്വൽ കണക്ഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സ്പിരിച്വൽ കണക്ഷൻ വളരെ കൂടുതലാണ്. ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. കൂടുതൽ പേർക്കും ഇവിടെ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആണ് ലഭിക്കുന്നത്. ഓക്കെ,